ഡോക്ടറെ മൊയ്തീൻകുട്ടി. അദ്ദേഹം എന്ന് പറഞ്ഞാല് അദ്ദേഹം ഒരു 6-7 മാസത്തിന് മുമ്പ് മരിച്ചുപോയി. അദ്ദേഹം ഇവിടുത്തെ ഒരു അറിയപ്പെട്ട ഒരു ഡോക്ടറായിരുന്നു, ഒരു MBBS ഡോക്ടറായിരുന്നു. നമ്മുടെ ചെയർമാൻ 24ന്റെ ചെയർമാൻ ആലിങ്കൽ മുഹമ്മദ് അദ്ദേഹത്തിന്റെ കീഴിൽ കുറെ കാലം ജോലി ചെയ്തിട്ടുണ്ട്. അപ്പൊ ആലിങ്കൽ മുഹമ്മദ് ഇന്നലെ ഒരു സൗഹൃദ സംഭാഷണത്തിൽ നമ്മോട് പറഞ്ഞത്, അതായത് ഇദ്ദേഹം ഇപ്പോൾ ഒരു നമ്മുടെ പ്രത്യേകിച്ച് ഗൾഫ് മേഖല അറിയപ്പെടുന്ന പ്രവാസി എന്നതിന് ഒരു ഹെൽത്ത് കെയർ രംഗത്ത് അറിയപ്പെട്ട ഒരാളായി മാറിക്കഴിഞ്ഞു. അപ്പൊ അദ്ദേഹം വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരാളാണ്. നമ്മുടെ ചെയർമാൻ ആണെങ്കിൽ നമ്മൾ തള്ളുമല്ല. അപ്പൊ അദ്ദേഹം ഇങ്ങനെയൊക്കെ ആകാൻ കാരണക്കാരൻ ഈ ഡോക്ടർ മൊയ്തീൻകുട്ടിയാണെന്നാണ് പറയുന്നത്. അപ്പൊ ശരിക്കും അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ഇന്നിപ്പോ സ്മൃതി രേഖ എന്ന് പറഞ്ഞ് ഡോക്ടർക്കും അപ്പുറം എന്ന് പറഞ്ഞൊരു പുസ്തകം ഇന്ന് പ്രസിദ്ധപ്പെടുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നത് കൊണ്ടോട്ടി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ക്ലിനിക്കാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. ഈ മോയിൻകുട്ടി വൈദ്യ അക്കാദമി നടക്കുന്ന ചടങ്ങിൽ ഒരുപാട് പേര് പങ്കെടുക്കുന്നുണ്ട്. അതിൽ PK കുഞ്ഞാലിക്കുട്ടിയാണ് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതാണ് നമുക്ക് വിവരം. TV ഇബ്രാഹിം അതുപോലെ അത് MLA ആണ്, അധ്യക്ഷം വഹിക്കും. ET മുഹമ്മദ് ബഷീർ MP അനുസ്മരണ പ്രഭാഷണം നടത്തും. AP അഹമ്മദ് പുസ്തകം പരിചയപ്പെടുത്തും. VS ജോയ്, VP അനിൽ, അഡ്വക്കേറ്റ് KK സമത്ത് തുടങ്ങിയ പല ആളുകളും ഈ പരിപാടിയിൽ സംഘടിപ്പിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് ഇന്ന് വൈകുന്നേരം നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് വേങ്ങരയിൽ നിന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് നമ്മുടെ 24ന്റെ ചെയർമാൻ ആലിങ്കൽ മുഹമ്മദ് കൂടി സംസാരിക്കുന്നത്. അദ്ദേഹത്തിന് ഗുരുതുല്യനാണ് ഈ ഡോക്ടർ. അപ്പോൾ ആലിങ്കൽ മുഹമ്മദ് തത്സമയം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് അവർ ചെയർമാൻ. അപ്പൊ യഥാർത്ഥത്തിൽ അങ്ങേക്ക് ഗുരുതുല്യനോ അല്ലെങ്കിൽ ഗുരുനാഥനോ ആയ ഒരാള് അദ്ദേഹത്തെ ഈ പുസ്തക പ്രകാശനത്തിലൂടെ അനുസ്മരിക്കുന്ന ദിവസമാണ്. അങ്ങ് എന്ത് പറയും? അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇന്ന് നമ്മളുടെ 10ാം വാർഷികം ആഘോഷിക്കുകയാണല്ലോ ഫ്ലവേഴ്സിന്റെ. IMC തുടങ്ങിയിട്ട് ആദ്യത്തെ പ്രാരംഭ സംരംഭമായിരുന്നു ഫ്ലവേഴ്സ്. ഇന്ന് നമ്മൾ 10 വർഷം വിജയത്തിൻ്റെ 10 വർഷം ആഘോഷിക്കുമ്പോൾ കേരളത്തിലെ എല്ലാ മലയാളികളോടും പ്രത്യേകിച്ച് IMC ടീമിനോടും എൻ്റെ ആശംസകൾ അറിയിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. 2, നിങ്ങളുടെ SKN40 ഇത്ര നന്നായിട്ട് വളരെ നന്നായിട്ട് കേരളത്തിലുടനീളം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ കാണിച്ച ഈ ധൈര്യം, മാഫിയ സംഘത്തോട് നേരിടാൻ കാണിച്ച ഈ ധൈര്യം ഞാനിവിടെ അനുമോദിക്കുകയാണ്. പിന്നെ ചോദിക്കാനുള്ളത്, നിങ്ങൾ 3 ദിവസം ഇപ്പം മലപ്പുറത്താണ്. മലപ്പുറത്തെക്കുറിച്ച് നല്ലതാണ് നിങ്ങൾക്ക് പറയാനുണ്ടാവുമെന്ന് കരുതട്ടെ. എന്തെങ്കിലും മോശപ്പെട്ട അല്ലെങ്കിൽ എന്തെങ്കിലും മലപ്പുറത്ത് പോകുന്നതിന് മുമ്പ് അത് പറഞ്ഞിട്ടേ പോകാൻ പാടുള്ളൂ. നിങ്ങൾ എന്താ എനിക്ക് പറയാനുള്ളത്? ഈ മലപ്പുറത്തേക്ക് നമ്മൾ വന്നപ്പോഴേ ഈ മലപ്പുറത്തിന്റെ ഒരു ആവേശം, പ്രത്യേകിച്ച് നമ്മൾ ഈ മയക്കുമരുന്ന് ലോബിക്കെതിരായിട്ട് അങ്ങ് പറഞ്ഞ പോലെ ഒരു വലിയ അന്തർദേശീയ നെറ്റ്വർക്കുള്ള ഈ മാഫിയ സംഘത്തിനെതിരെ ഫൈറ്റ് ചെയ്യാൻ ഇറങ്ങിയപ്പം ഈ മലപ്പുറം നമുക്ക് നൽകുന്ന പിൻബലം അത് നമ്മൾ എടുത്തു പറയണം. മലപ്പുറം കീ നമ്മുടെ ചെയർമാൻ കേട്ടോണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ അങ്ങ് തുടരുക. ഓക്കെ, ഞാൻ മൊയ്തീൻ ഡോക്ടറെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം എൻ്റെ പിതൃ തുല്യം, എന്നെ സ്നേഹിച്ച, എൻ്റെ എല്ലാ വളർച്ചയിലും ഒപ്പം നിന്ന് എന്നെ വളർത്തിയ ഒരു മനുഷ്യൻ. ഞാൻ എൻ്റെ 15ാം വയസ്സ് മുതൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. 2 വർഷം അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട്. എനിക്ക് ആദ്യം ശമ്പളം തന്ന്, മാസത്തിൽ 30 രൂപ ശമ്പളം തന്ന് എന്നെ ജോലിയിൽ കയറ്റിയ ആളാണ് അദ്ദേഹം. അന്നു മുതൽ അദ്ദേഹം മരിക്കുന്നത് വരെ എൻ്റെ ഓരോ യാത്രയിലും എന്നെ പ്രോത്സാഹിപ്പിക്കാനും എനിക്ക് ഉപദേശം തരാനും എന്നെക്കുറിച്ച് അറിയാനും എന്നും വളരെ സന്തോഷമുണ്ടായിരുന്നൊരു മനുഷ്യനാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ SKN അന്നത്തെ കാലത്ത് കൊണ്ടോട്ടിയുടെ 4 ഭാഗവും, ഒരു ഭാഗം കീഴ്ശ്ശേരി അരീക്കോട് അങ്ങോട്ട്, ഇപ്പുറം പിന്നെ കുന്നംപുറം AR നഗർ ഇങ്ങോട്ട്, എടവണ്ണപ്പാറ ഓമാനൂർ ആ ഭാഗം അങ്ങോട്ട്, പുളിക്കൽ ആ ഭാഗം, അതേപോലെ മഞ്ചേരി റോട്ടിൽ മൊറയൂർ അരിമ്പ്ര ഇങ്ങോട്ട്, ഈ ഭാഗത്തൊന്നും അധിക ഉൾനാടൻ പ്രദേശങ്ങളിലും വാഹന സൗകര്യം ഇല്ലാത്ത കാലത്ത് പോലും നടന്നു പോയിട്ട് അർദ്ധരാത്രിക്ക് പ്രസവമെടുത്ത് ഒരു പ്രതിഫലവും ആവശ്യപ്പെടാതെ അങ്ങനെ ജനസേവനം നടത്തിയ ഒരു ഡോക്ടറാണ് അദ്ദേഹം. അന്ന് മുതൽ ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു, ഇന്ന് നമ്മൾ ഏതൊരു ആശുപത്രി ചെന്നാലും അവിടെ പ്രൈസ് ലിസ്റ്റ് ഉണ്ടാവും, ഡോക്ടറെ ഫീസ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ഡോക്ടറെ കാണാൻ ഫീസോ അതിന് പൈസ ആരെങ്കിലും കൊടുത്താൽ അത് തന്നെ ആളെ നോക്കിയിട്ട് വാങ്ങാൻ പറ്റിയ ആളാണെങ്കിൽ മാത്രം വാങ്ങി, ഇല്ലെങ്കിൽ വന്ന രോഗിക്ക് മരുന്നും തിരിച്ചു കൊടുത്ത് പറഞ്ഞയച്ചിരുന്ന ഡോക്ടറായിരുന്നു.
99.99% അദ്ദേഹം നൽകുന്ന ഡയഗ്നോസിസ് ശരിയായിട്ടുള്ളൂ. പ്രത്യേക ആധുനിക സൗകര്യങ്ങളോ സജ്ജീകരണങ്ങളോ CT സ്കാൻ MRI ഒന്നുമില്ലാത്ത കാലത്ത് പോലും അദ്ദേഹം അങ്ങനെ ഡയഗ്നോസ് ചെയ്ത് ആളുകളെ ചികിത്സിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിയാത്ത സൗകര്യങ്ങൾ കോഴിക്കോട് നിന്നും മറ്റ് ഭാഗങ്ങളിൽ നിന്നും വിദഗ്ധ ഡോക്ടർമാരെ കൊണ്ടുവന്ന് പോലും അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ വെച്ച് ജനങ്ങളെ ചികിത്സിച്ചും പല രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടി ജീവിതം നീക്കിവെച്ച ഒരു മനുഷ്യനാണ് ഡോക്ടർ മൊയ്തീൻകുട്ടി എന്ന് പറയുന്ന ഞങ്ങളെല്ലാവരും വിളിക്കുന്ന ഞങ്ങളുടെ ബാപ്പുട്ടി ഡോക്ടർ. അദ്ദേഹത്തിൻ്റെ സ്മരണിക ഇന്ന് ഇന്ന് കൊണ്ടോട്ടി മോയിൻകുട്ടി വൈദ്യാർ സ്മാരക മന്ദിരം ഓഡിറ്റോറിയത്തിൽ പ്രകാശനം ചെയ്യുകയാണ്. നിങ്ങൾ പറഞ്ഞ പോലെ ഒരുപാട് മഹൽ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ പ്രതിപക്ഷോപ നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. നിങ്ങളും അതിലേക്ക് വരിക എന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ ഇവിടെ പറയാനുള്ളത്. SKN. ഓക്കെ, തീർച്ചയായിട്ടും നമ്മളൊന്ന് ശ്രമിക്കുന്നുണ്ട്. ഈ ചടങ്ങിൽ 24 ചെയർമാൻ ആലിങ്കൽ മുഹമ്മദ് കൂടി പങ്കെടുക്കുന്നുണ്ട്. മാത്രമല്ല ഞങ്ങൾ കൂടി ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. താങ്ക് യു, അങ്ങ് ക്ഷണിച്ചതിൽ നന്ദി. അങ്ങ് സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്ന് അറിയുന്നതിൽ സന്തോഷം. സാധാരണ ഇതിൽ 10 വർഷമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ കണ്ടമിണ്ടാതാവും. ഓക്കെ ഓക്കെ, വളരെ വളരെ സന്തോഷം. താങ്ക് യു. ശ്രീ 24 ചെയർമാൻ ശ്രീ ആലിങ്കൽ മുഹമ്മദ് സംസാരിക്കുകയായിരുന്നു. ഇന്ന് വൈകുന്നേരം നടക്കുന്ന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ താങ്ക് യു ശ്രീ ആലിങ്കൽ മുഹമ്മദ്. ചേർത്ത് തന്നെയാണ് മലപ്പുറം കൊണ്ടോട്ടിക്കാരുടെ സ്വന്തം മൊയ്തീൻകുട്ടി ഡോക്ടറുടെ ബാപ്പുട്ടി ഡോക്ടർ എന്നായിരുന്നു അറിയപ്പെടുന്നത് അല്ലേ? ബാപ്പുട്ടി ഡോക്ടർ MLA ക്ക് അറിയാമോ? ബാപ്പുട്ടി ഡോക്ടർ മഞ്ചേരി ഹോസ്പിറ്റൽ ഉണ്ട്, ഹോസ്പിറ്റൽ അദ്ദേഹത്തിന് മഞ്ചേരി ഇവിടെ ഉണ്ട്. ഓക്കെ ഓക്കെ, അതല്ല അദ്ദേഹം വളരെ ജനകീയനായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപാട് കാര്യം ജനകീയ ഡോക്ടറായിരുന്നു. മാത്രമല്ല അദ്ദേഹം ചെറിയ സർജറി ഒക്കെ ചെയ്യുന്ന MBBS കാരനായിരുന്നു. മെഡിക്കലായിരുന്നു. സാധാരണക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡോക്ടറായിരുന്നു. ഓക്കെ, അപ്പൊ ആലിങ്കൽ മുഹമ്മദിന് മനസ്സിലായി കാണും. നമ്മുടെ മഞ്ചേരിയിലെ MLA പറഞ്ഞത് കാര്യം അദ്ദേഹം അവിടെ നിന്ന് കാണുമല്ലോ വീട്ടിൽ. ഓക്കെ, നമ്മളിനി ആഷ്മി. അപ്പോ പുസ്തകത്തിന് പേരിട്ടിരിക്കുന്നത് ഡോക്ടർക്കും അപ്പുറം എന്നാണ് പേരിട്ടിരിക്കുന്നത്. അതുപോലെ നമ്മുടെ PK കുഞ്ഞാലിക്കുട്ടിയാണ് ഇത് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. ഇന്ന് വൈകിട്ട് കൊണ്ടോട്ടി മോയിൻകുട്ടി വൈദ്യർ അക്കാദമിയിലാണ് പ്രകാശന ചടങ്ങ്. അപ്പൊ എല്ലാവരും അങ്ങോട്ട് ചെല്ലുക. നിങ്ങൾ വൈകുന്നേരം ചടങ്ങിൽ പങ്കെടുക്കുക. കാര്യം ആ ഡോക്ടറോടുള്ള ഒരു പ്രതിബദ്ധതയും കമ്മിറ്റ്മെന്റും അവിടെ കാണിക്കുക. ആലിങ്കൽ സാർ എന്ന് പറയുന്നു. ആലിങ്കൽ സാർ തുടരുക. ഓക്കെ, അങ്ങ് എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞു. അല്ല, ഞാൻ പറഞ്ഞത് ചെറുതായിട്ട് ഒരു അരണ്ട ശബ്ദത്തിൽ നേരിയ ശബ്ദത്തിൽ കേട്ടു. അതെ, ഞാൻ തുടങ്ങി വെച്ചത് നാട്ടുകാരായ മഞ്ചേരിക്കാർ അത് ഏറ്റെടുത്തു. അവർക്കും പരിചയമുള്ള ആളാണ്. അദ്ദേഹമാണ് മഞ്ചേരി മലബാർ ഹോസ്പിറ്റൽ തുടങ്ങി വെച്ചത്. നമ്മുടെ മലപ്പുറത്ത് എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട ഡോക്ടറാണ് ഞങ്ങളുടെ ബാപ്പുട്ടി ഡോക്ടർ. ഓക്കെ, താങ്ക് യു. ലൈവിൽ ചേർന്നതിന് ചെയർമാന് പ്രത്യേകം നന്ദി. പ്രത്യേകിച്ച് ഫ്ലവേഴ്സ് 10ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഈ ഫ്ലവേഴ്സും 24ഉം ഈ പ്രേക്ഷകരുടെ ജനപ്രീതിയിൽ എത്താൻ കാരണക്കാരനായ പ്രധാനിയാണ് ശ്രീ ആലിങ്കൽ മുഹമ്മദ്. അത് ആ സ്നേഹവും അദ്ദേഹത്തോട് നമുക്കുണ്ട്. പ്രത്യേകിച്ച് മലപ്പുറത്തുകാരുടെയും വേങ്ങരക്കാരുടെയും ഒക്കെ പ്രിയപ്പെട്ടവനാണ് അദ്ദേഹം. താങ്ക് യു.